മഹാനായ ഔസുൽ അളം റളിയല്ലാഹു അൻഹു ഇടക്കിടക്ക് മദീന സന്ദർശിക്കാറുണ്ട്. മഹാനായ റിഫാഈ തങ്ങൾ ഇടക്കിടക്ക് മദീനത്ത് പോകാറുണ്ട്. ഔസുൽ അളം റളിയല്ലാഹു അൻഹു മദീനത്ത് ഇടക്കിടക്ക് എന്ത് ചെയ്യും? സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ഒരു ദിവസം മഹാനായ ഔസുൽ അളം തങ്ങൾ മദീന മുനവ്വറയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്ത് കഴിഞ്ഞ് ബഗ്ദാദിലേക്ക് നടന്നു വരികയാണ്. ഒറ്റക്കാണ് നടന്നു വരുന്നത്. കൂടെ ആരും തന്നെ ഔസുൽ അളം തങ്ങളോടൊപ്പമില്ല. വഴിയിൽ വെച്ച് ഔസുൽ അളം തങ്ങളുടെ അടുക്കലേക്ക് ഒരു കൊള്ളക്കാരൻ ചാടി വീഴുകയാണ്. ഔസുൽ അളം റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തുള്ള മുതലുകളെല്ലാം എടുക്കാൻ വേണ്ടി ഔസുൽ അളം റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരു കൊള്ളക്കാരൻ ചാടി വീഴുന്നു. ചാടി വീണപ്പോ ഔസുൽ അളം റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ അൻത, നീ ആരാണ്? അപ്പാ മനുഷ്യൻ കൊള്ളക്കാരൻ പറഞ്ഞു, അന മിൻ അഹ്ലിൽ ബാദിയ, ഞാൻ ഈ നാട്ടിലുള്ള ഒരാളാണ്, നിങ്ങളുടെ സമ്പത്തൊക്കെ കൊള്ളയടിക്കാൻ വേണ്ടി വന്ന ആളാണ്. ഉടനെ തന്നെ ഔസുൽ അളം തങ്ങൾ അദ്ദേഹത്തിന് കശ്ഫ് മുഖേന കാണിച്ചു കൊടുക്കുന്നു, അന്ന ഇസ്മഹു മക്തൂബൻ ബിസവാദിൽ മഅസിയ, നിന്നെ ലൗഹുൽ മഹ്ഫൂദില് നിന്റെ പേര് പരാജിതരുടെ കൂട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നിന്റെ പേര് പരാജിതരുടെ കൂട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് ഔസുൽ അളം തങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് ഈ കള്ളനുക്ക്. മഹാനായ ഔസുൽ അളം റളിയല്ലാഹു അൻഹു ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് കാര്യങ്ങൾ വിലയിരുത്തിയിരുന്ന മഹാനാണ്. അവരുടെ കണ്ണപ്പോഴും ലൗഹിൽ അതെന്നോവർ എന്ന് ഖാദി മുഹമ്മദ് തങ്ങൾ പാടിയിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് ഈ കള്ളനുക്ക് ഔസുൽ അളം തങ്ങൾ കാണിച്ചു കൊടുക്കുന്നു, നിങ്ങൾ പരാജിതരുടെ കൂട്ടത്തിലാണ് എന്ന് എഴുതിയത് കാണിച്ചു കൊടുക്കുന്നു. ഉടനെ തന്നെ ഈ മനുഷ്യന്റെ കള്ളന്റെ ഹൃദയത്തിൽ ഒരു തോന്നല്, ഇത് ബഗ്ദാദിൽ അറിയപ്പെട്ട ഔസുൽ അളം ആകാനേ സാധ്യതയുള്ളൂ, അദ്ദേഹം തന്നെയായിരിക്കും എന്ന് ഹൃദയത്തിൽ ഇങ്ങനെ തോന്നിയപ്പോൾ ഔസുൽ അളം പറഞ്ഞു, അതേടാ, ഞാൻ നിന്റെ ഹൃദയത്തിൽ കരുതിയ ഔസുൽ അളം തന്നെയാണ് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ കാലിൽ വീണു ഈ കള്ളൻ. ഉടനെ തന്നെ എന്ത് ചെയ്തു? കാലിൽ വീണു. എന്നിട്ട് കാലിൽ വീണ് പൊട്ടിക്കരയുകയാണ്, യാ സയ്യിദി അബ്ദുൽ ഖാദിർ ശൈഅൻ ലില്ലാ, എന്നോട് മാപ്പാക്കണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരഞ്ഞപ്പോഴോ ഫതറഫഖൽ ഔസ് ബിഹാലിഹി, ആ സന്ദർഭത്തിൽ ഔസുൽ അളമിന് വല്ലാത്ത അനുകമ്പ തോന്നുകയാണ് ഈ മനുഷ്യനോട് വല്ലാത്ത അനുകമ്പ തോന്നിയിട്ട് ഈ മനുഷ്യനെ നന്നാക്കണം എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിയാളം വന്നു, യാ ഔസുൽ അളം, ഓ ഔസുൽ അളമേ, ദുല്ലസാരിക അലാ ത്വരീഖിസ് സവാബ്, നീ കള്ളനിക്ക് നിങ്ങൾ നല്ല മാർഗം കാണിച്ചു കൊടുത്തില്ലേ, വാർഷിദുഹു ഇലാ ഹിദായത്തിൽ അഹ്ബാബ്, അല്ലാഹ് ഇഷ്ടപ്പെട്ട ആളുകളുടെ മാർഗത്തിലേക്ക് ഇദ്ദേഹത്തെ നയിക്കണേ എന്ന് പറഞ്ഞ് നിങ്ങൾ ദുആ ചെയ്തില്ലേ, അതുകൊണ്ട് വജഅൽഹു ഖുത്ബൻ മിനൽ അഖ്താബ്, ഇദ്ദേഹത്തെ നിങ്ങൾ ഒരു ഖുത്ബാക്കിട്ടാണ്ട് വിട്ടാളി എന്ന് പറഞ്ഞു. ഫസാറ സാരിഖു ഖുത്ബൻ ബിനവരിഹി, ആ സ്പോട്ടിൽ കള്ളൻ എന്തായി? ഖുത്ബായി മാറിയെന്ന. ഇവിടെ മുരീദന്മാരെ നിബന്ധന വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ സ്പോട്ടിൽ എന്ത് ചെയ്തു? കള്ളൻ എന്ത് ചെയ്തു? ഖുത്ബായി മാറി മഹാനവറുകൾ. കാരണം നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നായന്നവർക്കാനും വാദം കൊടുത്തോവർ. നില കൊടുക്കാനും ഉന്നതമായ സ്ഥാനം കൊടുക്കാനും സ്ഥാനം കൊടുത്തതിനെ ഊരിക്കളയാനുമുള്ള അധികാരം മഹാനായ ഔസുൽ അളം റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു കൊടുത്തിട്ടുണ്ട്.